പൈസ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആയാലും ആരുടെ ആയാലും ഫോട്ടോ കൊണ്ട് അയച്ചു കൊടുത്താൽ 200 രൂപ കൊടുത്താൽ 30+ വീഡിയോസ് ചെയ്തു തരുന്ന ടെലഗ്രാം ഗ്രൂപ്പുകൾ, ടെലഗ്രാമിലെ കോണ്ടന്റ് ഉണ്ടാക്കുന്നവന്മാർ, വിൽക്കുന്നവന്മാർ. ഈ വിൽക്കുന്ന പയ്യനിൽ ഒരുത്തനെ ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചായിരുന്നു. ഞാൻ കണ്ടുപിടിച്ച് ഇവന്റെ ഏജിലേക്ക് എത്തി. ഞാൻ ഇവന്റെ ഏജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ വയസ്സ് ചോദിച്ചു വന്നപ്പോഴാണ് ഞാൻ അടുത്തത് ഞാൻ എത്തിപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരുത്തനാണ് ഈ ടെലഗ്രാമിൽ ഇത് വിറ്റോണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു ചോദ്യം, 15 വയസ്സുള്ള ഒരുത്തൻ ഒരിക്കലും കാശ് ഡയറക്റ്റ് അല്ല കയ്യിലേക്ക് മേടിക്കുന്നത്. അവനൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഒരു മൈനറിന് കിട്ടുന്ന ബാങ്ക് അക്കൗണ്ട് അപ്പോൾ അതാരാ നോക്കുന്നത്? അച്ഛനമ്മമാരല്ലേ? ആയിരിക്കും. മൈനർ ആയിട്ടുള്ള ഒരു പയ്യന് ഉള്ളൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അച്ഛനമ്മമാർ അറിഞ്ഞിരിക്കും അതിനകത്ത് വരുന്ന ട്രാൻസാക്ഷൻ. അപ്പോൾ അതുപോലും നോക്കാൻ സമയമില്ലാത്ത അച്ഛനമ്മമാരാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നേരത്തെ ഈഗിൾ തന്നെ പറഞ്ഞു, ഒരു മൊബൈൽ മേടിച്ചു കൊടുത്താൽ തിരിച്ചു നോക്കാൻ പറ്റാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അതിനകത്ത് ഇവന്മാർ എന്താണ് ഈ പണി നടത്തുന്നത്, എന്താ ചെയ്യുന്നത് എന്ന് നോക്കാൻ സമയമില്ലാത്തവരത് മേടിച്ചു കൊടുക്കണ്ട എന്ന് പറഞ്ഞു. ശരിയല്ലേ? അതിനകത്ത് പാരന്റൽ കൺട്രോൾ എന്ന് പറഞ്ഞ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. നമ്മുടെ മക്കൾ എന്താണ് കാണുന്നത്, അവർ എത്ര നേരം ഉപയോഗിക്കണം എന്നുള്ളത് നിയന്ത്രിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവർ എന്തൊക്കെ കാണണം എന്നുള്ളത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. എത്ര നേരം യൂട്യൂബ് കാണണം എന്ന് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. എത്ര നേരം ഓരോ ആപ്പുകൾ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓരോ ദിവസം എത്ര മണിക്കൂർ ഉപയോഗിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൻ എന്തിനകത്താണ് ടൈം സ്പെൻഡ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഡെയിലി നോക്കിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നോക്കിക്കൂടെ? അതോ എല്ലാവർക്കും മക്കളെ ഇത്രയ്ക്കും വിശ്വാസമാണോ?